കോട്ടയത്തും ആലപ്പുഴയിലും BJP സ്ഥാനാർത്ഥികൾ LDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും. ആലപ്പുഴയിലാണ് ഏറ്റവും മത്സരം LDFന് അനുഭവിക്കാൻ പോകുന്നത്. കാരണം ആലപ്പുഴയിൽ സാധാരണഗതിക്ക് ഈഴവ വോട്ടുകൾ LDFന് അനുകൂലമായിട്ടാണ് പോൾ ചെയ്യാറ്. പക്ഷേ ഇത്തവണ NSS വോട്ടുകൾ KSC വേണുഗോപാലിന് അനുകൂലമായും പോൾ ചെയ്യപ്പെട്ടയാണ്. പക്ഷേ ഇത്തവണ ഒരു വിഷയം വരുന്നത് ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി. ശോഭാ സുരേന്ദ്രൻ LDFൻ്റെ സ്ട്രോങ് വോട്ടായ ഈഴവ വോട്ടിൽ വിള്ളൽ വീഴ്ത്തും എന്ന് വേണം കരുതാൻ. അങ്ങനെ വന്നാൽ KC വേണുഗോപാലിന് കുറച്ചുകൂടി ഈസി വാക്ക് ഓവറായിട്ട് മാറും മത്സരം. ആലപ്പുഴ LDF തോൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രധാനപ്പെട്ട കാരണം BJPയുടെ സ്ഥാനാർത്ഥിയാണ് എന്നതാണ് നമ്മൾ കരുതേണ്ടത്. അതുപോലെയാണ് കോട്ടയത്ത് ചാഴിക്കാടൻ തോൽക്കാനുള്ളൊരു കാരണം LDFന് കിട്ടുന്ന വൈക്കം ഏറ്റുമാനൂർ മേഖലയിലൊക്കെ കിട്ടുന്ന വലിയ സാധ്യതയുണ്ട്, ഈഴവ വോട്ടുകളുടെ സാധ്യതയുണ്ട്. ആ സാധ്യത നഷ്ടപ്പെടും. കാരണം തുഷാർ വെള്ളാപ്പള്ളിയാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ക്യാൻവാസ് ചെയ്യുന്ന ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ LDFൻ്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കും. അവിടെ ഫ്രാൻസിസ് ജോർജ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികൾ നേരിട്ട് തന്നെ അവരുടെ LDFൻ്റെ ഈഴവ വോട്ടുകളിൽ വരുന്ന വലിയ വിള്ളൽ അവിടെ UDFന് വിജയം നൽകും. അവിടെയാണ് KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരുന്നു എന്ന് നമ്മൾ കരുതേണ്ടത്. അവിടെ KC വേണുഗോപാൽ തോൽക്കുകയല്ല ചെയ്യുക. ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നതുകൊണ്ട് മാത്രം KC വേണുഗോപാൽ വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്.